എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോക്രോച്ച് ജനതാ പാർട്ടിയൊക്കെ രൂപീകരിച്ചത് ആ പാർട്ടിയെ പറ്റിയാണ്. ഇതൊരു പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്ക് സുപ്രീം കോടതി ഒരു വിധി പ്രസ്താവത്തിനിടയ്ക്ക് പുറത്തു വന്ന ഒരു വേർഡാണ് കോക്രോച്ച്. ഇന്ത്യയിൽ എന്തോ കോക്രോച്ച് ജനാധിപത്യമാണോ എന്നൊരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യങ്ങളൊക്കെ പത്രമാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു വന്നിരുന്നു. അതിനെ തുടർന്നാണ് അതിന്റെ ഒരു മേധാവിയായ അഭിജിത് ദീപ് കെ എന്ന് പറയുന്ന ആള് ഒരു ഒരു ട്വിറ്റർ ഐ ഡി, അതായത് ഇപ്പൊ എക്സ് പ്ലാറ്റ്ഫോം ആണല്ലോ, അതിൽ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറഞ്ഞൊരു ഒരു ട്വിറ്റർ ഐ ഡി, എക്സ് പ്ലാറ്റ്ഫോമിൽ ഒരു ഐ ഡി തുടങ്ങി. ആ ഐ ഡി കയറി ക്ലിക്കായപ്പോ ആ ഐ ഡി ആരൊക്കെ റിപ്പോർട്ട് ചെയ്യിപ്പിച്ച് ആ ഐ ഡി പൂട്ടി. അങ്ങനെയാണ് ഈ കോക്രോച്ച് ജനതാ പാർട്ടി കയറി ക്ലിക്കായത്. അന്നുണ്ടായിരുന്നത് 2 കോടി അംഗങ്ങളായിരുന്നു. ഇപ്പൊ അതിനുള്ളത് അവരതിനു ശേഷം പുതിയൊരു അക്കൗണ്ട് തുടങ്ങി. ഇപ്പൊ ആ അക്കൗണ്ടിലുള്ളത് 2,90,00,000 കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഇപ്പോഴത്തെ അക്കൗണ്ട്. എന്നിട്ട് ഇവർ ഇൻസ്റ്റാ പേജ് തുടങ്ങിയിട്ടുണ്ട്. ഇൻസ്റ്റാ പേജിലും ഏകദേശം 2.5 കോടിയാണ് അവരുടെ സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം, അതായത് ഫോളോവേഴ്സിന്റെ എണ്ണം പോയിരിക്കുന്നത്. അപ്പൊ നിലവിൽ അവർ വെറുതെ പോസ്റ്റ് പോവുകയാണ്. അപ്പൊ ഇടയ്ക്കിറങ്ങി പ്രതിഷേധിക്കണം, അല്ലെങ്കിൽ നീറ്റ് പരീക്ഷ ചോദ്യചോർച്ചയ്ക്കെതിരെ മന്ത്രിമാരെല്ലാം രാജിവെക്കണം എന്നൊക്കെയാണ് ഇവിടെ നിലവിലെ ആവശ്യം. എന്തായാലും വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ഈ കോക്രോച്ച് ജനതാ പാർട്ടി. എങ്ങനെയാണ് ഇവരുടെ മുന്നോട്ട് പോക്കുന്നുള്ളത് നമ്മൾ നോക്കി കാണേണ്ടത് തന്നെയാണ്. അപ്പൊ നിങ്ങൾക്ക് എവർക്കും വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം.